എന്തുകൊണ്ടാണ് ഈ ഇത്തരം വാർത്തകളിലും സംഭവവികാസങ്ങളും സുന്നി ലോകം വഞ്ചിക്കപ്പെടുന്നത്? സുന്നി മുസ്ലിങ്ങൾ ഇസ്രായേലിൻ്റെ ഈ കെണിയിൽ, അല്ലെങ്കിൽ അവരുടെ തേൻ പുരട്ടിയ വാർത്തകളിലും വർത്തമാനങ്ങളിലും വഞ്ചിതരാകാൻ കാരണം ഒന്ന്, തഖിയ എന്ന ഷിയ അജണ്ടയെക്കുറിച്ച് സുന്നി മുസ്ലിങ്ങൾക്ക് വേണ്ടത്ര ബോധ്യമില്ല എന്നതാണ്. അഥവാ പുറത്തൊന്ന് പറയുകയും ഉള്ളിൽ മറ്റൊന്ന് നടത്തുകയും ചെയ്യുന്നതിനാണ് ഷിയാക്കളെ സംബന്ധിച്ചിടത്തോളം തഖിയ വളരെ അനിവാര്യമാണ്. പ്രത്യേകിച്ച് ഷിയാക്കൾ ന്യൂനപക്ഷമായ സമൂഹങ്ങളിൽ അവർ തഖിയയുടെ മേലങ്കി തിരിച്ചാണ് സുന്നികളെപ്പോലെ ജീവിച്ച് എന്നാൽ രഹസ്യമായിട്ട് ഷിയ അജണ്ട നടപ്പാക്കുക എന്നതിനാണ് തഖിയ എന്ന് പറയുക. തഖിയ ഇല്ലാത്തവന് ദീനില്ല എന്നാണ് ഷിയ മതഗ്രന്ഥങ്ങളിൽ പറയുന്ന ഒരു ഹദീസ്. ലാ ദീന ലിമൻ ലാ തഖിയ്യത ലഹു, തഖിയ ഇല്ലാത്തവന് മതമില്ല. അപ്പോൾ എപ്പോഴും കാപ്പട്യം ആചരിക്കുക എന്നത് ഷിയ മതത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് ഞങ്ങൾ പലസ്തീനികൾക്കൊപ്പമാണ്, ഇസ്രായേലിനെതിരാണ്, ഞങ്ങൾ സാമ്രാജ്യത്വ ശക്തികൾക്കെതിരാണെന്നൊക്കെ നിരന്തരം വാദങ്ങൾ നടത്തുമ്പോഴും അവർ ഉള്ളിലൂടെ ഈ സാമ്രാജ്യ ശക്തികളോടും ഇസ്രായേലിനോടും അമേരിക്കയോടും വലിയ സൗഹാർദ്ദവും ഇവരൊന്നിച്ച് മേഖലയിൽ പകുത്തെടുക്കാൻ, അഥവാ അറബി രാഷ്ട്രങ്ങളെ പകുതി ഞങ്ങൾക്കും പകുതി നിങ്ങൾക്കും എന്ന ധാരണയിൽ പകുത്തെടുക്കുവാനുമുള്ള പദ്ധതിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇപ്പോൾ ആ പദ്ധതിയിൽ ചില തമ്മിലടി നടക്കും. സ്വാഭാവികമായിട്ടും കള്ളന്മാരുടെ സംഘം പരസ്പരം തമ്മിലടിക്കുന്നത് പോലെ ഇസ്രായേലും അതുപോലെ ഹിസ്ബുള്ളയും ഇപ്പോൾ അവരുടെ ആ രഹസ്യ അജണ്ടയ്ക്ക് എതിരായിട്ട് ഇപ്പോൾ അവർ തമ്മിലടിക്കുന്ന കാഴ്ച, അത് അള്ളാഹുവിൻ്റെ ഒരു നീതിയായിട്ട് മാത്രമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവരൊരിക്കലും ശത്രുക്കളല്ല, പക്ഷേ അവരുടെ താല്പര്യങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ അറിയാതെ പലപ്പോഴും അവർക്ക് ഏറ്റുമുട്ടേണ്ടി വന്നിട്ടുണ്ട്. സുന്നികൾ ഇതിൽ കുടുങ്ങാനുള്ള മറ്റൊരു കാരണം ഈ തഖിയ എന്ന അജണ്ട അവർക്ക് തിരിച്ചറിയാത്തതുപോലെ തന്നെ ഈ വാർത്താ മാധ്യമങ്ങൾ, സുന്നി ലോകത്തെ മാധ്യമങ്ങൾ ഒരിക്കലും ഈ സത്യം പുറത്തു വരുന്നില്ല എന്നതാണ്. എപ്പോഴും ഇസ്രായേലിന് പല ഷിയാക്കൾക്കും ഹിസ്ബുള്ളക്കും അനുകൂലമായ വാർത്തകളാണ്. നമ്മൾ നേരത്തെ വായിച്ചതുപോലെ ജമാഅത്തെ ഇസ്ലാമിൻ്റെ സ്ഥാപനത്തിലെ അധ്യാപകനാണ് ഹസൻ നസ്രുള്ളയെ വാഴ്ത്തിക്കൊണ്ട് യൂസുഫുൽ ഖർലാവി യാഥാർത്ഥ്യം പറഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞിട്ടും, അപ്പോൾ അവർ യാഥാർത്ഥ്യം അറിയാഞ്ഞിട്ടല്ല, അറിഞ്ഞാലും തങ്ങൾ മുമ്പ് പറഞ്ഞ ആ നിലപാടിൽ നിന്ന് മാറ്റാൻ തയ്യാറല്ല. എപ്പോഴും ഒരു വിപ്ലവം, അവരുടെ മുമ്പിൽ ഒരു വിപ്ലവം, ഒരു കലാപം കൊതിക്കുന്നവരാണ് ഇത്തരത്തിലുള്ള കക്ഷികൾ. അപ്പോൾ അത്തരം വിപ്ലവങ്ങൾക്കും പ്രശ്നങ്ങൾക്കും സുന്നി ലോകത്ത് പഴുതില്ലാതെ ഷിയാക്കളാണ് അതിൻ്റെ വക്താക്കൾ. സുന്നി ലോകം സമാധാനപരമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. നാട്ടിൽ കലാപം ഉണ്ടാക്കാനും വിപ്ലവം നടത്തുക എന്നത് സുന്നികളുടെ അജണ്ടയിൽപ്പെട്ടതല്ല. അപ്പോൾ ഈ വാർത്താ മാധ്യമങ്ങൾ ബഹുഭൂരിപക്ഷവും സുന്നി മുസ്ലിങ്ങൾക്ക് ഈ ഒരു സന്ദേശം, ഇറാൻ ആരാണ്, അവരുടെ അജണ്ട എന്താണ്, ഇസ്രായേൽ അതുപോലെ ഹിസ്ബുള്ള എന്താണ്, അവരുടെ അജണ്ട എന്താണ്, ഹൂസികൾ ആരാണ്, അവരുടെ അജണ്ട എന്താണ്, അവർ എന്തൊക്കെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്ന അവരുടെ ഭീകര കൃത്യങ്ങൾ എന്തെല്ലാമാണ് എന്നതിനെക്കുറിച്ച് യഥാർത്ഥത്തിലുള്ള വാർത്തകൾ നമുക്ക് ലഭിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങൾ ഇവരുടെ തലപ്പാവും ഇവരുടെ മുദ്രാവാക്യവും അമേരിക്ക ശൈത്താൻ, ഇസ്രായേൽ ശൈത്താൻ അക്ബർ എന്നൊക്കെ പറയുമ്പോൾ ഈ ആവേശ മുദ്രാവാക്യങ്ങളുടെ പിന്നാലെ പോവുക എന്നതല്ലാതെ ഇവർ ഇന്ന് വരെയായിട്ട് ഇസ്രായേലിനെതിരിൽ ഒരു ചെറിയ വിരൽ അനക്കിയിട്ടുണ്ടോ, ഇസ്രായേലിനെതിരിൽ എന്തെങ്കിലും നീക്കങ്ങൾ നടത്തിയിട്ടുണ്ടോ, മുദ്രാവാക്യം അല്ലെങ്കിൽ വാഗ്ദോരണികളല്ലാതെ എന്തെങ്കിലും ഉണ്ടോ എന്നത് തിരിച്ചറിയപ്പെടാതെ പോവുകയാണ്. ഇവിടെയാണ് സുന്നി ലോകത്തെ ഇത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള അതുപോലെ അജ്ഞത, ഷിയാക്കൾ എന്താണ്, അവരുടെ വിശ്വാസം എന്താണ്, അവർ സഹാബത്തിനെ കുറിച്ച് എന്താണ് വിശ്വസിക്കുന്നത്, ഉമ്മഹാത്തുൽ മുഅ്മിനീനെ കുറിച്ച് അവരെന്ത് വിശ്വസിക്കുന്നു, കഴിഞ്ഞ 14 നൂറ്റാണ്ടുകളിൽ ഷിയാക്കൾ മുസ്ലിം ലോകത്ത് എന്തെല്ലാം ഭീകര കൃത്യങ്ങൾ ചെയ്തു, ഏതെല്ലാം സഹാബികളെ കൊലപ്പെടുത്തി, എത്ര ലക്ഷം മുസ്ലിങ്ങളെ പല പേരിൽ അവർ കൊലപ്പെടുത്തി, മസ്ജിദുൽ ഹറാം വരെ ആക്രമിച്ചു, ഹജറുൽ അസ്വദ് വരെ പിഴുതുകൊണ്ടുപോയ ചരിത്രമറിയാത്ത ഒരു സമൂഹമാണ് സുന്നി ബഹുജനം. അതുകൊണ്ട് തന്നെ ഈ സുന്നികൾക്ക് ഷിയ അജണ്ട തിരിച്ചറിയാതെ പോകുന്നു എന്നതാണ് യാഥാർത്ഥ്യം.